ദക്ഷിണേന്ത്യയിലെ അലക്സാണ്ടർ അഥവാ പൊന്നിയിൻ സെൽവൻ എന്നറിയപ്പെട്ടിരുന്ന രാജരാജ ചോളൻ ഒന്നാമൻ പണികഴിപ്പിച്ച മഹാ അത്ഭുതം പെരിയ കോവിൽ എന്നും രാജരാജേശ്വര കോവിൽ എന്നും അറിയപ്പെടുന്ന തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രം. ചേര രാജാവായ ഭാസ്കര രവിവർമ്മയെ പരാജയപ്പെടുത്തി കാന്തളൂർ ശാല പിടിച്ചെടുത്തതിന്റെ സ്മരണയ്ക്ക് ആദ്യ ഗോപുരത്തിന് കേരളാന്തകൻ തിരുവാസൽ എന്നും രണ്ടാമത്തെ ഗോപുരത്തിന് രാജരാജൻ തിരുവാസൽ എന്നുമാണ് പേര് നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ ഗോപുരത്തിൽ നിന്ന് ആരംഭിക്കുന്ന 100 കണക്കിന് കൽത്തൂണുകളോട് കൂടിയ നടപ്പന്തലും 108 ശിവലിംഗവും ഉൾപ്പെടുന്ന ചുറ്റമ്പലം പ്രധാന ക്ഷേത്രത്തിനെയും വിസ്തൃതമായ മുറ്റത്തെയും ചുറ്റി നിലകൊള്ളുന്നു. 66 മീറ്റർ ഉയരമുള്ള ക്ഷേത്ര ഗോപുരം, അതിൻ്റെ മുകളിലായി 80 ടൺ ഭാരമുള്ള താഴികക്കുടം. പ്രധാന ക്ഷേത്രത്തിൽ പോകുന്നതിന് മുൻപായി ഏകശില നന്ദിയെ വണങ്ങണം. 12 അടി ഉയരമുള്ള നന്ദിയാണത്. അതിന് തൊട്ടു മുമ്പിലായി ക്ഷേത്ര കൊടിമരവും കാണാം. 13 അടി ഉയരമുള്ള ശിവലിംഗമാണ് ശ്രീകോവിലിനുള്ളിലുള്ളത്. പെരിയനായികി എന്ന പേരിൽ ദേവി പാർവതിയുടെ ക്ഷേത്രവും അടുത്തായി ഉണ്ട്. കുഞ്ചരമല്ലൻ രാജരാജ പെരുത്തച്ഛനാണ് രാജരാജ ക്ഷേത്രത്തിന്റെ ശില്പി. യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകം എന്ന നിലയിൽ ക്ഷേത്രവും പരിസരവും എല്ലാം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇപ്പോൾ ഉള്ളത്. പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത ഏക ക്ഷേത്രമായി ഇത് കണക്കാക്കപ്പെടുന്നു. നിരവധി ശില്പങ്ങൾ കൊണ്ട് നിർമ്മിതമായ കൂറ്റൻ ഗോപുരം, കൂറ്റൻ കരിങ്കല്ലുകളാണ് ക്ഷേത്ര ഗോപുരമായി മാറിയത്. കാഴ്ചക്കാരെയും ഗവേഷകരെയും അത്ഭുതപ്പെടുത്തുന്ന നിർമ്മിതിയാണ് ഇവിടെയുള്ളത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട നിർമ്മിതി തന്നെയാണ് ഇത്. ക്ഷേത്ര ചുവരുകളിൽ തമിഴിലും ഗ്രന്ഥലിപികളിലും നിരവധി ലിഖിതങ്ങളുണ്ട്. ഇവയിൽ പലതും സംസ്കൃതത്തിലും തമിഴിലും പരമ്പരാഗതമായി ഇത് അംഗീകരിച്ച രാജാവിനെക്കുറിച്ചുള്ള ചരിത്രപരമായ ആമുഖത്തോടെ ആരംഭിക്കുന്നതും അവയിൽ ഭൂരിഭാഗവും ക്ഷേത്രത്തിനോ ക്ഷേത്ര ജീവനക്കാർക്കോ നൽകുന്ന സമ്മാനങ്ങളെക്കുറിച്ചും ജീവനക്കാരെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതുമാണ്. ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് സിമന്റ് ഉപയോഗിച്ചിട്ടില്ല. കൂറ്റൻ കരിങ്കല്ലുകളിൽ കൊത്തിയ ആയിരക്കണക്കിന് ശില്പങ്ങൾ ധാരാളം ആളുകളുടെയും ആനയുടെയും സഹായത്താൽ പണിതുയർത്തിയതാണ് ഈ ക്ഷേത്ര ഗോപുരം. ചോള, നായ്ക്കർ, മറാഠ രാജാക്കന്മാരുടെ ചിത്രപ്പണികളോടും കരിങ്കൽ കൊത്തുപണികളോടുമുള്ള താല്പര്യവും കഴിവും ഈ ക്ഷേത്രത്തിൽ പ്രകടമാണ്. ധാരാളം നർത്തകിമാരും സംഗീതജ്ഞരും ഇവിടെ താമസിച്ചിരുന്നതായി പറയപ്പെടുന്നു. തമിഴ് സാഹിത്യത്തിന്റെ സുവർണ കാലഘട്ടമെന്നാണ് ചോള ഭരണ കാലഘട്ടം അറിയപ്പെട്ടിരുന്നത്. വാസ്തുവിദ്യയിലെ വിസ്മയമായി ബൃഹദീശ്വര ക്ഷേത്രം അറിയപ്പെടുന്നു.